ഈ ഹബിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് കിടക്കി എന്ന് പറഞ്ഞ ലഘുകഥയും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ്. കാണാത്തവർ ചാനൽ കയറി കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ പാഠമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഹൈക്കുവാണ്. ജിന്ദഗി കാ സഫർ എന്ന് പറയുന്ന ഒരു ഹൈക്കുവാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജിന്ദഗി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ജീവിതം എന്നാണ് അർത്ഥം. ജിന്ദഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ സഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര. നമ്മൾ പഠിച്ചതാണല്ലേ, മറ്റേ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. യാത്ര എന്നാണ് അർത്ഥം. അപ്പോൾ ജിന്ദഗി കാ സഫർ എന്ന് വെച്ചാൽ കാ എന്ന് വെച്ചാൽ ഇന്ത്യ എന്നാണ് അർത്ഥം. അപ്പോൾ ജിന്ദഗി കാ സഫർ എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ യാത്ര എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഹൈക്കു അല്ലേ. ഇതൊരു ഹൈക്കു ആണല്ലേ. ജിന്ദഗി കാ സഫർ, ജീവിതത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത് ഒരു ഹൈക്കു കവിതയാണ്. എന്താണ് ഹൈക്കു കവിതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഹൈക്കു എന്ന് വെച്ചാൽ ജാപ്പാനീസ് മോഡൽ കവിതകളാണ്. അതിനെന്താ 3 ലൈൻസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അല്ലേ. 1 2 3 ലൈൻസ് മാത്രമാണ് ഉള്ളത് അല്ലേ. ആകെ 3 ലൈൻസ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ പക്ഷേ എന്താ 3 ലൈൻസ് മാത്രമേ ഉള്ളൂ എങ്കിലും ഈ ഹൈക്കുവിൽ ഒരുപാട് ഗാഢമായ അർത്ഥം ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഹൈക്കു കവിതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വരി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അതിൻ്റെ അകത്ത് ഒരുപാട് അർത്ഥം ഒളിഞ്ഞ് കിടക്കുന്നുണ്ടാകും. നമുക്ക് ഇതിൻ്റെ ഓരോ വരികളിലും എത്ര അക്ഷരങ്ങളുണ്ടെന്ന് നോക്കാം. ആദ്യത്തെ വരിയിൽ എത്രയാ? 5 അക്ഷരം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ വരിയിൽ 7 അക്ഷരങ്ങളുണ്ട്. മൂന്നാമത്തെ വരിയിൽ വീണ്ടും 5 അക്ഷരങ്ങളാണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ എത്രയുണ്ട്? 17 അക്ഷരങ്ങളുള്ള കവിതകളെയാണ് എന്ത് പറയുന്നത്? ഹൈക്കു എന്ന് പറയുന്നത്. ചോട്ടി കവിതകളെയാണ് ഹൈക്കു എന്ന് പറയുന്നത്. അപ്പോൾ ഹൈക്കു എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് 3 ആൾക്കാരുടെ ഹൈക്കു ആണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് സുർഗമ യാദവ് എന്ന് പറഞ്ഞ എഴുത്തുകാരി എഴുതിയിട്ടുള്ള ഹൈക്കു ആണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സുർഗമ യാദവ് ആരാണെന്ന് നോക്കാം. സുർഗമ യാദവ് का जन्म उत्तर प्रदेश में हुआ. അപ്പോൾ ഡോക്ടർ സുർഗമ യാദവ് का जन्म എന്ന് വെച്ചാൽ സുർഗമ യാദവിൻ്റെ ജനനം ഉത്തർപ്രദേശിമേ ഹുവ. ഉത്തർപ്രദേശിലാണ് സുർഗമ യാദവിൻ്റെ ജനനം എന്ന് പറയുന്നത്, ജനിച്ചത്. അപ്പോൾ യാദവും കെ പഞ്ചി ഭാവ് പ്രകോഷ്ഠ ഗായകി സതി ആദി ഉൻകെ പ്രസിദ്ധ ഹൈക്കു സംഗ്രഹ. അപ്പോൾ ഏതൊക്കെയാണ് ഇവരുടെ പ്രസിദ്ധമായിട്ടുള്ള ഹൈക്കു സംഗ്രഹങ്ങൾ? യാദവും കി പഞ്ചി ഉണ്ട് അല്ലേ, ഓർമ്മകളിലെ പക്ഷി. പിന്നെ ഭാവ് പ്രകോഷ്ഠ, അതും മറ്റൊരു സംഗ്രഹമാണ്, ഹൈക്കുവാണ്. ഗായകി സതി, അത് മറ്റൊരു ഹൈക്കു സംഗ്രഹമാണ്. ഇങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള 3 ഹൈക്കു സംഗ്രഹങ്ങളാണ് ഇവർ രചിച്ചിട്ടുള്ളത്. രാംധരി സിംഗ് ദിനകർ പുരസ്കാർ സേ വേ സമ്മാനിത ഹെ. അപ്പോൾ ഇവർക്ക് രാംധരി സിംഗ് ദിനകർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഒരു സാഹിത്യകാരിയാണ് ആര്? ഡോക്ടർ സുർഗമ യാദവ്. ഇപ്പം നോക്കാം ഫസ്റ്റ് കവിത എന്താണെന്ന് നോക്കാം. സൂഖാ യാ ബാഡ് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ അല്ലേ. സിമ്പിളാണല്ലേ, 3 വരി മാത്രമേ ഉള്ളൂ. സൂഖാ യാ ബാഡ് അല്ലേ, എന്താണ് പറയുന്നത്? സൂഖ യാ ബാഡ്. സൂഖ എന്ന് വെച്ചാൽ വരൾച്ച. വരൾച്ചക്കാണ് എന്ത് പറയുന്നത്? സൂഖ എന്ന് പറയുന്നത്. ബാഡ് എന്ന് വെച്ചാൽ എന്താ? വെള്ളപ്പൊക്കം. വെള്ളപ്പൊക്കത്തിനാണ് ബാഡ് എന്ന് പറയുന്നത്. വെള്ളപ്പൊക്കം. സൂഖ എന്ന് വെച്ചാൽ വരൾച്ച, ബാഡ് എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം. അപ്പോൾ സൂഖ യാ ബാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരൾച്ചയോ അഥവാ വെള്ളപ്പൊക്കമോ
സാഹബ് കെ ആംഗൻ. സാഹബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് അല്ലേ? ധനികന്മാർ. ഓക്കെ, ധനികന്മാരെയാണ് എന്ത് സാഹബ് എന്ന് പറയുന്നത്. ധനികന്മാരെയാണ് സാഹബ് എന്ന് പറയുന്നത്. സാഹബ് കെ ആംഗൻ എന്ന് പറയുന്നത് മുറ്റം. ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റം. സാഹബ് കെ ആംഗൻ എന്ന് പറഞ്ഞാൽ എന്താ? ധനികന്മാരുടെ മുറ്റം. എന്താ? സദാ ഫുഹാർ. സദാ ഫുഹാറിന് എല്ലായ്പ്പോഴും. സദാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും. ഫുഹാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു തുള്ളി വെള്ളം മാത്രമേ ഉള്ളൂ അല്ലേ? എന്താണ് കവി പറയുന്നത്? സൂഖായ ബാഡ് അല്ലേ? വരൾച്ചയോ വെള്ളപ്പൊക്കമോ ആകട്ടെ, സാഹബ് കെ ആംഗൻ, ധനികന്മാരുടെ മുറ്റം എന്ന് പറയുന്നത് സദാ ഫുഹാർ, ഒരു തുള്ളി വെള്ളം വന്ന ലാഘവം മാത്രമേ അവർക്കുള്ളൂ അല്ലേ? എന്തുകൊണ്ടാണ്? വരൾച്ചയിലും വെള്ളപ്പൊക്കത്തിലൊക്കെ കഷ്ടപ്പെടുന്നത് ആരാണ്? സാധാരണ ജനങ്ങളാണല്ലേ. ധനികർക്ക് കഷ്ടതകളൊന്നുമില്ല അല്ലേ? അവർക്ക് എല്ലായ്പ്പോഴും സുഖം മാത്രമേ ഉള്ളൂ. അതാണ് പറയുന്നത് സദാ ഫുഹാർ എന്ന് പറഞ്ഞത്. എല്ലായ്പ്പോഴും സുഖം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയെ കുറിച്ചിട്ട് നോക്കാം. രണ്ടാമത്തെ ഹൈക്കു അദ്ദേഹത്തിൻ്റെയാണ്. അപ്പോൾ डॉक्टर गोपाल बाबू शर्मा का जन्म उत्तर प्रदेश के अलीगढ़ में हुआ. അപ്പോൾ ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ ജനിച്ചത് ഉത്തർപ്രദേശിലെ അലിഗഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. വേ ശ്രീ വാഷ്ണേയ് പോസ്റ്റ് ഗ്രാജുएट കോളേജ് അലിഗഡ് के ഹിന്ദി വിഭാഗമേ റീഡർ थे. അദ്ദേഹം എന്താ? വാഷ്ണേയ് പോസ്റ്റ് ഗ്രാജുएट കോളേജിലെ എന്താ? അലിഗഡിലെ ഒരു കോളേജാണത്. അവിടെ റീഡറായിരുന്നു അല്ലേ? സർഹദോനെ അബ് പുക്കാര. പിന്നെയോ മാതാ കച്ചേ ധാഗേ മേ കാഫിലെ റേഷ്നി കെ महके हर सिंगार अभी उनकी प्रमुख आदि उनकी प्रमुख कृतियां हैं. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ. ഹർസിംഗാർ, പിന്നെ സാഹദോനെ ജബ് പുക്കര, മോത്തി കച്ചേ ധാഗേമേ, കാഫിലെ റോഷ്നി കെ. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകളെന്ന് പറയുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഹൈക്കുവിലേക്ക് നോക്കാം. ഇനി രണ്ടാമത്തെ ഹൈക്കു നോക്കാം. ഗോപാൽ ബാബു ശർമ്മയുടേതാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? പിതാനെ ഡൂണ്ടി ലാഠിയാം ബുഡാപ്പേക്ക് ദേഖത്തി നെഹി. എന്താണ് പറയുന്നത്? പിതാനെ ഡൂണ്ടി. പിതാ എന്ന് വെച്ചാൽ ആരാ അല്ലേ? അച്ഛൻ, പിതാവ് എന്നർത്ഥം അല്ലേ? പിതാവ് നെ ഡൂണ്ടി. ഡൂണ്ടി എന്ന് വെച്ചാൽ അന്വേഷിച്ചു, സെർച്ച് ചെയ്തു എന്നർത്ഥം അല്ലേ? സെർച്ച് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഡൂണ്ടിന എന്ന് പറയുന്നത്. അപ്പോൾ പിതാജീനെ ഡൂണ്ടി, അച്ഛൻ അന്വേഷിച്ചു അല്ലേ? പിതാവ് അന്വേഷിച്ചു. എന്താണ് അന്വേഷിച്ചത്? ലാട്ടിയാം അല്ലേ? ഊന്നുവടിക്കാണ് ലാട്ടി എന്ന് പറയുന്നത്. ഊന്നുവടി അല്ലേ? ഊന്നുവടിക്കാണ് ലാട്ടി എന്ന് പറയുന്നത്. ഊന്നുവടി അന്വേഷിച്ചു. ലാട്ടിയാം ഊന്നുവടികൾ. ബുഡാപ്പേക്ക് എന്തിലെ? ബുഡാപ്പ എന്ന് വെച്ചാൽ വാർദ്ധക്യ അവസ്ഥേനെയാണ് എന്ത് പറയുന്നത്? വാർദ്ധക്യത്തിനെയാണ് എന്ത് പറയുന്നത്? ബുഡാപ്പ എന്ന് പറയുന്നത്. ദേഖത്തി നെഹി. ദീഖത്തി നെഹി എന്ന് വെച്ചാൽ ദേഖത്തി നെഹി എന്നാണ് അർത്ഥം. കാണുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ പിതാനെ ഡൂണ്ടി അല്ലേ? അച്ഛൻ അന്വേഷിച്ച് നടന്നു. എന്തിനാണ് അന്വേഷിച്ച് നടന്നത്? ലാട്ടിയാം ബുഡാപ്പേക്ക്, ഊന്നുവടികൾ. എന്തിൻ്റെ? ബുഡാപ്പേക്ക്, വാർദ്ധക്യത്തിൻ്റെ ഊന്നുവടികളെ അച്ഛൻ അന്വേഷിച്ച് നടന്നു. ദീഖത്തി നെഹി അല്ലേ?
പക്ഷേ എവിടെയും കണ്ടില്ല. എന്നുവെച്ചാൽ എന്താ, പിതാവ് വാർദ്ധക്യത്തിൽ ഊന്നുവടികൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ ഒരു ആശ്രയത്തിന് വേണ്ടിയിട്ടാണ് ഊന്നുവടികൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ആശ്രയം അവർക്ക് എവിടെയും കാണാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അവരുടെ മക്കളൊക്കെ അവരെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. തുണിന് അവർക്ക് മറ്റൊരു ആശ്രയമില്ല അല്ലേ. അതാണ് ഗോപാൽ ബാബു ശർമ്മയുടെ ഈ ഹൈക്കുവിലൂടെ പറയുന്നത്. അടുത്തത് നോക്കാം. അടുത്തത് കമല നിക്കുർപ്പയാണ്. കമല നിക്കുർപ്പയെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. കമല നിക്കുർപ്പ का जन्म उत्तराखंड में हुआ. കമല നിക്കുർപ്പ ജനിച്ചത് ഉത്തരാഖണ്ഡിലാണ്. വിഭിന്ന സാഹിത്യക പത്രപത്രികാവും തഥാ കാവ്യസംഗ്രഹവും में हाइकू സംസ്മരൺ കവിതായം ആദി പ്രകാശിത है. അവരുടേത് വിഭിന്ന സാഹിത്യക അനേകം വെറൈറ്റി ആയിട്ടുള്ള സാഹിത്യ പത്രങ്ങളായിട്ടുള്ള മാസികകളിൽ എന്താ തഥാ കാവ്യസംഗ്രഹങ്ങളിലും കവിതാസംഗ്രഹങ്ങളിലും ഹൈക്കു സംസ്മരൺ, ഹൈക്കു ഉണ്ട്, പിന്നെ എന്താ സംസ്മരൺ എന്ന് വെച്ചാൽ ഓർമ്മക്കുറിപ്പുണ്ട് അവരുടെ, പിന്നെ കവിതകളുണ്ട്, ആദി പ്രകാശിത ഹെ. ഇതൊക്കെ എന്താ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സംപ്രതി കേന്ദ്രീയ വിദ്യാലയമേ പ്രാചാര്യ ഹെ. എന്താ സംപ്രതി എന്താ അവർ കേന്ദ്രീയ വിദ്യാലയത്തിൽ ഒരു പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് കമല നിക്കുർപ്പയെക്കുറിച്ച് പറയാനുള്ളത്. നമുക്ക് നോക്കാം. അവരുടെ ഹൈക്കു കവിത എന്താണെന്ന് നോക്കാം. ഢൂണ്ഡ്തി രഹി അല്ലേ, എന്താണ് പറയുന്നത്? ഢൂണ്ഡ്തി രഹി ബർഫീലെ നഗരി മേ നേഹ് കി ആഞ്ച്. എന്താണ് ഇവർ പറയുന്നത്? ഢൂണ്ഡ്തി രഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഢൂണ്ഡ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷിക്കുക, സെർച്ച് അല്ലേ. എന്താ സെർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു അല്ലേ, അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. എന്ത് ഢൂണ്ഡ്തി രഹി. രഹി എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലേ, വർത്തമാൻ കാലാണത്. അപ്പോൾ ഢൂണ്ഡ്തി രഹി എന്ന് വെച്ചാൽ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. ബർഫീലി നഗരിമേ, ബർഫീലി എന്ന് വെച്ചാൽ മഞ്ഞ് നഗരം, ബർഫ് മഞ്ഞാണ്. മഞ്ഞ് നഗരത്തിൽ നേഹ് എന്ന് വെച്ചാൽ സ്നേഹം എന്നുള്ള അർത്ഥമാണ്. സ്നേഹത്തിനാണ് നേഹ് എന്ന് പറഞ്ഞത്. ബർഫീലി നഗരിമേ എന്താ മഞ്ഞ് നഗരത്തിൽ നേഹ് കി ആഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേഹ് എന്ന് വെച്ചാൽ സ്നേഹം. നേഹ് കി ആഞ്ച് എന്ന് വെച്ചാൽ ചൂട്. അപ്പോൾ തണുപ്പിൽ നമ്മൾ എന്താഗ്രഹിക്കും? ചൂട് ആഗ്രഹിക്കും അല്ലേ. അപ്പോൾ കവി പറയാണ് ഢൂണ്ഡ്തി രഹി അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. ബർഫീലി നഗരമേ എവിടെയാണ് അന്വേഷിച്ചത്? തണുപ്പ് മഞ്ഞ് നഗരത്തിലെ നേഹ് കി ആഞ്ച് സ്നേഹത്തിൻ്റെ ചൂടിന് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഈ കാലത്ത് നമുക്ക് സച്ചെ പ്യാർ കർനെ വാലെ നഹി മില അല്ലേ. അവർക്ക് ശരിയായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ അവർക്ക് ലഭിച്ചില്ല. ഇന്നത്തെ ബന്ധങ്ങൾ എന്താ, സത്യസന്ധമായിട്ട് സ്നേഹിക്കുന്ന ആരെയും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സ്നേഹത്തിനായി അവർ വെമ്പുകയായിരുന്നു അല്ലേ. ഇന്ന് യഥാർത്ഥമുള്ള സ്നേഹം എല്ലാവരിലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് കമല നിക്കുർപ്പ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഹൈക്കു വരുന്നത്. അപ്പോൾ ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.